രാജ്യത്തെ നടക്കുന്ന രണ്ട് സ്ഫോടനങ്ങൾ. ഒന്ന് നമുക്കറിയാം, ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനം, അതിനുശേഷം നൌഗ്രാമിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ വലിയ സ്ഫോടനം. അപ്പോൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ വിലപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പേർ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നു. ഈ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഭീകര സംഘടനകൾ രാജ്യത്തെ ലക്ഷ്യമിടുമ്പോൾ അവർക്ക് കൃത്യമായ ഒരു സന്ദേശം നൽകുകയാണ് കരസേനാ മേധാവി ഇന്ന് ചെയ്തിരിക്കുന്നത്. കരസേനാ മേധാവി പറയുന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഒരു ട്രെയിലർ മാത്രമാണ്. ഭീകരതയോട് ഒരിക്കലും വിട്ടുവീഴ്ചയില്ല, ഭീകരവാദത്തിന് കൃത്യമായി തിരിച്ചടി കൃത്യമായ സമയങ്ങളിൽ നൽകും എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് സംഭവങ്ങൾ, നൌഗ്രാം സ്ഫോടനം, ഒപ്പം തന്നെ ചെങ്കോട്ട സ്ഫോടനം. ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട സ്ഫോടനത്തിൽ അറസ്റ്റ് തുടരുകയാണ്. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക അറസ്റ്റാണ് ഇന്ന് കശ്മീരിൽ ഉണ്ടായത്. സ്ഫോടനത്തിന് ഉപയോഗിച്ച I-20 രജിസ്റ്റർ ചെയ്തത് ഇന്ന് അറസ്റ്റിലായ ആളുടെ പേരിലാണ് എന്നത് NIA അറിയിച്ചിരിക്കുകയാണ്. ഇയാളുടെ വാഹനം ഡൽഹിയിൽ എത്തിക്കുന്നതുവരെ ഇയാൾ ആ വാഹനത്തിനൊപ്പം തുടർന്നു. അതായത് ഇയാൾ ഭീകരപ്രവർത്തനത്തിനായി ഈ വാഹനം കൈമാറുമ്പോൾ അത് രജിസ്റ്റർ ചെയ്തിരുന്ന ആൾ ഡൽഹി വരെ അതിനൊപ്പം എത്തി അവർക്ക് സുരക്ഷിതമായി ഈ വാഹനം ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിന് സഹായം ചെയ്തു എന്നതാണ് NIA പറയുന്നത്. ഇയാൾക്കെതിരെ ഗൂഢാലോചന ഉൾപ്പെടെ ചുമത്തിയാണ് NIA ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കേസിലെ പ്രധാന പ്രതി ഉമർ നബിയുടെ സഹായി അമീർ റാഷിദിനെ NIA ഇന്നലെ പിടികൂടിയിരുന്നു. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ വനിതാ ഡോക്ടർ അടക്കം 3 പേരുടെ അറസ്റ്റ് ഏജൻസി ഇന്ന് രേഖപ്പെടുത്തി. അറസ്റ്റിലായ ഭീകരൻ ആദിലിന്റെ സഹോദരൻ മുസാഫറിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. ഇയാൾ നിലവിൽ അഫ്ഗാനിലാണെന്നാണ് വിവരം. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഇയാളാണെന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്നു. അതായത് ആദിലിന്റെ സഹോദരൻ ആണ് ഈ സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന വിവരമാണ് NIA നൽകുന്നത്. അപ്പോൾ അന്വേഷണ ഏജൻസികൾ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ കൂടുതൽ പേരുണ്ട് എന്നതിന്റെ ഒരു നിഗമനത്തിലാണ്. അവരെ കണ്ടെത്താനുള്ള വലിയ തെരച്ചിലുകളാണ് നടക്കുന്നത്. 70 ദൃക്സാക്ഷികളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. NIA അറിയിക്കുന്നത്. മറ്റൊന്ന്, നൌഗ്രാം സ്ഫോടനമാണ്. നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു എന്ന നിഗമനമാണ് ഈ ഘട്ടത്തിലുള്ളത്. പക്ഷേ അതും ഒരു ഭീകരാക്രമണമാണോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ പരിശോധനകൾ അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നൌഗ്രാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുടെ മകൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഇയാൾ ഉമർ നബിയുടെ അടുത്ത സുഹൃത്താണ് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അത് ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നതാണ്. കാരണം ഉമർ നബി നമുക്കറിയാം ഈ ഭീകര പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അയാൾ ചാവേറായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഉമർ നബിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളുടെ മകൻ എന്നത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ചാവേറാകാൻ ഇയാൾ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇയാൾ ചാവേറാകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നേടിയിരുന്ന വ്യക്തിയാണ് എന്നതാണ്. ഉമർ നബിയുടെ കൂട്ടാളി അമീർ റാഷിദ് അലി എന്ന് പറയുന്ന മറ്റൊരാളും ഇന്ന് പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഉമർ നബി ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ട്രെയിൻ ചെയ്തിരുന്നു, ഭീകര സംഘത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ജാസിർ ബിലാൽ എന്ന ഒരു വിദ്യാർത്ഥിയെ ഉമർ നബി 2023
ചാവേറാകാനുള്ള പരിശീലനങ്ങൾ നൽകി തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നും എന്നാൽ അവസാന നിമിഷം ഈ ജാബിർ ബിലാൽ ഇതിൽ നിന്ന് പിന്വാങ്ങുകയായിരുന്നു എന്നും 2023 ജാബിറിനെ ഉപയോഗിച്ച് നടത്താൻ നിശ്ചയിച്ചിരുന്ന ചില ആക്രമണ പദ്ധതികൾ ഇതോടെ തകർത്തു എന്നും ഉള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിരവധി ആക്രമണങ്ങൾക്ക് ഈ സംഘം പദ്ധതിയിട്ടിരുന്നു. ആ പദ്ധതികൾ പല വിധത്തിൽ പാളിയിരുന്ന ഘട്ടമാണ്. ഏറ്റവും ഒടുവിൽ 6 വലിയ സ്ഫോടനത്തിന് ഇവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു. അതും സുരക്ഷാ സേനകളുടെ കൃത്യമായ ഇടപെടലിൽ പാളുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഏറ്റവും ഒടുവിൽ ഉമർ നബി ഒരു ചാവേറായി മാറി ഡൽഹിയെ നടുക്കുന്ന ഒരു സ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വിവരം. അവിടെയാണ് സുരക്ഷാ ഏജൻസികൾക്ക് ചെറുതായെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ നടക്കുന്ന ഭീകരതയുടെ വിവരങ്ങളാണ്, ചുരുളുകളാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഈ അന്വേഷണ സംഘം കണ്ടെത്തുന്ന കൂടുതൽ വിവരങ്ങളിലൂടെ, ചോദ്യം ചെയ്യലുകളുടെ ഒക്കെ പുറത്തു വരുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ വനിതാ ഡോക്ടർ അവർക്ക് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം എന്താണ് എന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ അനന്തിരവന്റെ ഭാര്യയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ട്. അവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നു എന്ന കാര്യം കണ്ടെത്തിയിരുന്നു. ഇവർക്കിപ്പോൾ ആ അറസ്റ്റിലായ വനിതാ ഡോക്ടർക്ക് ഇപ്പോൾ ലഷ്കർ എ തോയ്ബയുമായും അടുത്ത ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. ഷഹീൻ ലഷ്കർ എ തോയ്ബയുമായും ബന്ധപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിർണായക ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രധാര എന്ന് പറയുന്നത് ഈ അഷീൽ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണ്, ഷഹീൻ തന്നെയാണ് എന്നത് വ്യക്തമാവുകയാണ്. അവർക്ക് 2 ഭീകര സംഘടനകളുമായുള്ള ബന്ധമാണ് ഇപ്പോൾ വെളിവാകുന്നത്. ഇതിൻ്റെ ഡയറി കുറിപ്പുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിലാണ് എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. തുർക്കിയിൽ നിന്ന് അബു ഉകാസ എന്ന ആളാണ് ഈ ഡോക്ടർമാരെ നിയന്ത്രിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുള്ള ബന്ധം എന്താണ് എന്നത് നേരത്തെ വ്യക്തമായിരുന്നതാണ്. അതിൽ തുർക്കിക്കുള്ള പങ്ക് എന്താണ് എന്നത് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ അഫ്ഗാന്റെ ബന്ധം കൂടി വരുന്നു. അഫ്ഗാനിൽ ആണ് ഇയാൾ ഉള്ളത് എന്നതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന മുസാഫർ അഫ്ഗാനിലാണ് എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തുർക്കിയിൽ നിന്ന് അബു ഉകാസ എന്നയാളാണ് ഈ ഡോക്ടർമാരെ നിയന്ത്രിച്ചത് തുടങ്ങിയ വിവരങ്ങൾ വരുന്നു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ ഉപയോഗിച്ച ഫോണുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളും അന്വേഷണ സംഘം നടത്തിവരികയാണ്. ഇതാണ് ഈ 2 സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ. ആ ഘട്ടത്തിലാണ് ഇന്ന് കരസേനാ മേധാവി ചില സന്ദേശങ്ങൾ കൂടി നൽകുന്നത്. അത് ഏതാക്രമണത്തിനും തിരിച്ചടി ഉണ്ടാകും എന്ന സന്ദേശമാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ഇന്ന് കരസേനാ മേധാവി നൽകിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ സെന്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിലെ ഡയലോഗ്സ് സെമിനാറിൽ സംസാരിക്കവെയാണ് അദ്ദേഹം പാകിസ്ഥാന് ഈ മുന്നറിയിപ്പുകൾ നൽകുന്നത്. അടുത്തിടെ നടന്ന ഏറ്റവും വലിയ ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അത് ഏതാണ്ട് 88 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു ട്രെയിലർ മാത്രം എന്നതാണ് ഇന്ന് കരസേനാ മേധാവി പറഞ്ഞത്. ഏതെങ്കിലും രാജ്യം ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് വികസനത്തിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇന്ത്യക്ക് ഗുരുതരമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതാണ്. ഭാവിയിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും സജ്ജമാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. പാകിസ്ഥാൻ ഒരവസരം നൽകിയാൽ ഒരയൽ രാജ്യത്തോട് ഉത്തരവാദിത്തത്തോടെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾ അവരെ പഠിപ്പിക്കും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അങ്ങനെയുള്ള ശക്തമായ സന്ദേശമാണ് കരസേനാ മേധാവി ഇന്ന് നൽകുന്നത്. ആധുനിക സംഘർഷങ്ങളുടെ സ്വഭാവം മാറിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇന്നത്തെ യുദ്ധങ്ങൾ പല മേഖലകളിലായി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കരസേനാ മേധാവി ചൂണ്ടിക്കാട്ടുന്നു. ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല. ദീർഘകാലം നിലനിൽക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്കുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നതും അദ്ദേഹം വ്യക്തമാകുന്നു. അപ്പോൾ എന്തിനും സജ്ജമാണ് ഇന്ത്യ എന്ന ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. മാത്രവുമല്ല, ഓപ്പറേഷൻ സിന്ദൂർ
ഒരു ഓപ്പറേഷൻ്റെ അവസാനമല്ല, അതൊരു തുടരുന്ന പ്രോസസ്സാണ്, അതൊരു ട്രെയിലർ മാത്രമാണ് എന്ന കാര്യം കൂടി അടിവരയിടുകയാണ്. ഭീകരരെയും അവർക്ക് പിന്തുണ നൽകുന്നവരെയും ഒരേ ദൃഢനിശ്ചയത്തോടെ നേരിടുമെന്നും കരസേനാ മേധാവി വ്യക്തമാക്കി. मैं तो ये कहना चाहूंगा कि मूवी शुरू भी नहीं हुई थी, सिर्फ एक ट्रेलर दिखाया गया था और ट्रेलर के बाद 88 घंटे में वो ट्रेलर खत्म हो गया था. तो आगे आने वाले हालात कैसे होंगे ये इसके बारे में हम पूरी तैयारी करके बैठे हुए हैं और अगर कोई ऐसा हमें मौका देता है पाकिस्तान तो हम उसको भरपूर एक शिक्षा प्रदान करना चाहेंगे उसको कि कैसे एक जिम्मेवार नेशन को अपने पड़ोसियों से बिहेव करना चाहिए. അപ്പോൾ ശക്തമായ മുന്നറിയിപ്പാണ് ഭീകരർക്കുൾപ്പെടെ രാജ്യം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അതൊരു ട്രെയിലർ മാത്രമാണ്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഇന്ത്യ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ തയ്യാറാണ് എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഒരു ആക്രമണം, ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തികൾ ഉണ്ടായാൽ അതിന് തിരിച്ചടി ഉറപ്പാണ് എന്ന സന്ദേശം കൂടി നൽകുമ്പോൾ അത് ഡൽഹി ലക്ഷ്യം വെച്ച ഭീകരർക്കുള്ള സന്ദേശം കൂടിയാണ്. അതിന് ഒത്താശ ചെയ്ത രാഷ്ട്രങ്ങൾക്കുള്ള സന്ദേശമാണ്. ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കും എന്ന് വ്യക്തമാക്കിയിരുന്നതാണ്. ആ സന്ദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ന് കരസേനാ മേധാവി നൽകിയിട്ടുള്ള ഈ സൂചനകളും. അപ്പോൾ ഇന്ത്യയെ ഭീകരാക്രമണത്തിന് ലക്ഷ്യം വെച്ചാൽ അതിൽ തിരിച്ചടി ഉണ്ടാകും എന്നത് ഉറപ്പാക്കുകയാണ്. ആ തിരിച്ചടി എങ്ങനെ, ഏത് സമയത്ത് എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ രാഷ്ട്രത്തിൽ നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ശരിയായ സമയത്ത് തിരിച്ചടി എന്നതാണ് ഇന്ത്യയുടെ നിലപാട്. ഇത് പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കരസേനാ മേധാവി ഇന്ന് നൽകിയ സന്ദേശവും.